നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയോടുള്ള നന്ദി അർപ്പിക്കാനാവണം ഓരോ പിറന്നാൾ ആഘോഷവും. അമ്മയ്ക്ക് കൊടുക്കും മക്കളെ. നോക്ക് സത്യ, നിന്റെ പേര് എഴുതിയിട്ടുണ്ട്. എവിടെയാ നീ ടാബ്ലറ്റ് വെച്ചിരിക്കുന്നതെന്ന്? ആ ചെറുക്കുള്ളി. അതെങ്ങനെയെങ്കിലും ശാലിനിക്ക് തന്നെ കൊടുക്കണം. അത് നിന്റെ മിടുക്ക് പോലിരിക്കും. ഞാനോ? പിന്നല്ലാതെ. ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ മധുശ്രീ? ഇനിയെങ്കിലും എന്നൊന്ന് വെറുതെ വിട്ടൂടെ? എത്രയൊക്കെ ചെയ്തെന്ന്? ദേ, ലക്ഷങ്ങള് വിലയുള്ള കൊടും വിഷമാ ആ ടാബ്ലറ്റിലുള്ളത്. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതും വില കൊടുത്ത് കൊണ്ടുവന്നതും ഞാൻ. നീ ഇവിടുത്തെ കുടുംബാംഗങ്ങളിൽ ഒരാളായതുകൊണ്ടാ കേക്കിനുള്ളിൽ അത് വെക്കാനുള്ള ദൗത്യം നിന്നെ ഏൽപ്പിച്ചത്. നിനക്കിപ്പോ ഇവിടുത്തെ ഏത് റൂമിലും കയറി ഇറങ്ങാലോ, ആരും സംശയിക്കില്ല. അങ്ങനെ നീ ആ ടാബ്ലറ്റ് കൊണ്ട് വെച്ചെന്ന് കരുതി ഒരു മഹാകാര്യം ചെയ്തതുപോലുള്ള രീതിയിലൊന്നും സംസാരിച്ച് കളയല്ലേ എന്നോട്. മറിച്ച് ഞാൻ നിനക്ക് ചെയ്തതെന്ന ഉപകാരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ആ ജയശങ്കർ നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിക്കൊണ്ട് പോകേണ്ടതാ. അവരെ യൂട്ടേൺ അടിച്ച് നേരെ ചാരുമൂട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ബുദ്ധി ആരുടേതാ? പക്ഷേ മധുശ്രീ, നീ അത് ചെയ്തിരിക്കും കാർത്തികേ. നിനക്ക് വേണ്ടി ഞാൻ ബുദ്ധി ഉപയോഗിച്ചു, അതുപോലെ എനിക്ക് വേണ്ടി നീ അല്പം ബുദ്ധി ഉപയോഗിക്കും. ഇത് നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് ചെയ്യിക്കണം കാർത്തികേ. ശാലിനി ചത്ത അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. അതിനുള്ള ഡമ്മിയാ നീ. ടാബ്ലറ്റ് കൊണ്ടുവന്ന് തന്നതും ആ കേക്കിനുള്ളിൽ വെച്ചതുമൊക്കെ ഞാനാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആൾമാറാട്ടം നടത്തി ഇവിടെ കയറിപ്പറ്റിയത് എന്തിനാന്ന് ആദ്യം സമാധാനം പറയേണ്ടി വരുന്നേ. വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന നിലയിൽ ശാലിനിയുടെ മരണം നിന്റെ ഒരാവശ്യമാണ്, നിന്റെ മാത്രം ആവശ്യം. അങ്ങനെ മൊത്തം പിക്ചറിൽ നിന്നും ജയിലിൽ നിന്നും മധുശ്രീ ഔട്ട്. കാർത്തികേ, നീ ഇൻ. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചെയ്യാം മധുശ്രീ. നീ ചെയ്തതിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഗുഡ് ഗേൾ. അല്ല, ഇനിയിപ്പോ എന്തിനാ വൈകിക്കുന്നേ? നമുക്ക് ചടങ്ങ് തുടങ്ങാം. പിന്നെ അല്ലാതെ. ആ മക്കളെ, അച്ഛനും വാ. വാ അച്ഛാ. അയ്യോ, അച്ഛന് നടക്കാനൊന്നും വയ്യ മക്കളെ. നിങ്ങൾ ആദ്യം ചെല്ല്. പപ്പിയുടെ അച്ഛൻ എന്താ നടന്നാല്? കാലു വേദല്ലേ മോളെ, ചിലപ്പോ ഈ തിരക്കിനിടയ്ക്ക് വീഴും. വീഴൊന്നുമില്ല, ഞങ്ങളെ പിടിക്കാം. ഓ, പിന്നല്ലാണ്ട് ഞങ്ങൾ രണ്ട് സ്ട്രോങ് ഗേൾസ് അല്ലേ നിൽക്കുന്നത്. നിന്റെ സ്ട്രോങ് ഒന്നും പറയിപ്പിക്കണ്ട കുറുമ്പി. പപ്പിയുടെ അച്ഛൻ എഴുന്നേറ്റ് വാ. സാറേ, വേണ്ടടോ, തന്റെ സഹായം ഒന്നും വേണ്ട. എന്റെ ഇരുവശമായിട്ട് രണ്ട് സ്ട്രോങ് ഗേൾസ് നിൽക്കുന്നുണ്ടല്ലേ? അതെങ്ങനെയാ സത്യയുടെ അച്ഛനാവുന്നേ? പപ്പിയുടെ അമ്മ എന്റെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ?
അതുപോലെ പപ്പിയുടെ അച്ഛച്ചൻ എന്റെ അച്ഛച്ചനാ. ഓ അങ്ങനെ. സത്യമാ മക്കളെ, ഒരേ അമ്മയുടെ മക്കളാ നിങ്ങൾ രണ്ടുപേരും. സ്വന്തം അച്ഛച്ചന്റെ കൈക്ക് തന്നെയാ നിങ്ങളെ പിടിച്ചിരിക്കുന്നത്. വാ അച്ഛച്ചാ. അച്ഛനോട് നിൽക്കാം. മക്കള് രണ്ടുപേരോട് ചെല്ല്. ചെല്. അങ്ങോട്ട് നില്ല. രോഹിത്തെ വാ. ഭാമേ. ശ്യാമേ, അടുത്ത് നിൽക്ക്. അപ്പൊ സാറേ, നമുക്ക് തുടങ്ങിയാലോ? ആ മോളെ ശാലിനി, മുന്നോട്ട് വാ. രാഘവേട്ട, ഇനി വൈകിക്കണ്ട. ശ്യാമേ, വാ. രണ്ടുപേരും കൂടി മുറിക്ക്. കട്ട് ചെയ്ത മോളെ. രണ്ടുപേരും കൂടി ഒരുമിച്ച്. Happy birthday to you. 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 Hey! Happy birthday to you. സത്യാമ്മയ്ക്ക് കൊടുക്കും മോളെ. നിക്ക് മോളെ. ആദ്യം ജന്മം കൊടുത്ത അമ്മയ്ക്ക്. അവളുള്ളത് കൊണ്ടാ ഓരോ കുഞ്ഞിനും ഈ ഭൂമിയുടെ വെളിച്ചം കാണാൻ പറ്റുന്നത്. അമ്മയോടുള്ള നന്ദി അർപ്പിക്കാനാവണം ഓരോ പിറന്നാൾ ആഘോഷവും. അമ്മയ്ക്ക് കൊടുക്കും മക്കളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.